പുതിയ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് തീരുന്നുണ്ടോ? പരിഹാര മാർഗമുണ്ട്. ഫോണിൽ സ്റ്റോറേജ് ഇല്ല എന്ന് പരാതിപ്പെടാറുണ്ടോ? ഈ പ്രശ്നത്തിന്റെ പകുതി ഭാഗവും വാട്സാപ്പിൽ വന്നുനിറയുന്ന ഫോട്ടോകളും വീഡിയോകളും കൊണ്ടാണ് സംഭവിക്കുന്നത്. വർഷങ്ങളായുള്ള ഫോട്ടോകള്, വോയിസ് നോട്ടുകള്, മീമുകള്, വീഡിയോകള് എന്നിവയെല്ലാം സ്റ്റോറേജ് സ്പേസിൽ കുന്നുകൂടി കിടക്കുന്നുണ്ടാകും. ഇതില് പലതും ഒഴിവാക്കാനാവാത്ത വിധം പ്രാധാന്യമുള്ളതുമാവാം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഫോണിലെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കുന്നത്? അതിന് മാർഗമുണ്ട്. വാട്സ് ആപ്പിന്റെ ബിൽറ്റ് ഇൻ ഉപകരണങ്ങൾ ഉപയോഗിക്കാം. വാട്സ് ആപ്പിനുള്ളിൽ മാനേജ് സ്റ്റോറേജ് എന്ന ഓപ്ഷന് തിരഞ്ഞെടുക്കുക. വാട്സാപ്പ് തുറന്ന മുകളില് വലതുവശത്തുള്ള 3 ഡോട്ടുകളിൽ ടാപ്പ് ചെയ്ത് മാനേജ് സ്റ്റോറേജ് തിരഞ്ഞെടുക്കാം. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന ഓപ്ഷനിലേക്ക് പോയി സ്റ്റോറേജ് മാനേജ് എന്നതിൽ ടാപ്പ് ചെയ്യുക. 5 MB കൂടുതല്, ലാർജർ ദൻ 5 MB അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി ഫോർവേഡഡ് എന്ന ഓപ്ഷന് തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വീഡിയോകൾ ഒരുമിച്ച് തിരഞ്ഞെടുത്ത് അത് ബൾക്കായി ഇല്ലാതാക്കുക. ഇനി വലിപ്പം അനുസരിച്ച് ഓരോ ചാറ്റുകളിലേക്ക് പോയി ഏതെങ്കിലും ഒരു ചാറ്റിൽ ടാപ്പ് ചെയ്ത് അതിലെ മീഡിയ, വോയിസ് സന്ദേശങ്ങള്, സ്റ്റിക്കറുകള് എന്നിവ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് ആവശ്യമില്ലാത്തവ നീക്കം ചെയ്യുക. സ്റ്റോറേജിലും ഡാറ്റയിലും മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നതിൽ ഫോട്ടോ, വീഡിയോ, ഓഡിയോ, ഡോക്യുമെന്ററികൾ എന്നിവ ഓഫ് ചെയ്ത് ഇടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മാത്രമേ ഫയലുകൾ ഡൗൺലോഡ് ആവുകയുള്ളൂ. അതല്ലാതെ ഒന്നും ഓട്ടോ ഡൗൺലോഡ് ആവുകയില്ല. ഫയല് മാനേജർ ഉപയോഗിക്കാം. ആൻഡ്രോയിഡ് ഫോണില് ഫയല് മാനേജർ ഉപയോഗിച്ച് ഡീപ്പ് ക്ലീൻ ചെയ്ത് സ്പേസ് സംരക്ഷിക്കാവുന്നതാണ്. ഫോണിലെ ഫയല് മാനേജർ ആപ്പ് തുറന്ന് വാട്സാപ്പ് എന്ന് തിരയുക. വാട്സ് ആപ്പ് മീഡിയ ഫോൾഡറുകള് തുറന്ന് ചിത്രങ്ങള്, വീഡിയോകള്, ഡോക്യുമെന്റുകള് എന്നിവ പരിശോധിക്കുക. 100 MBയോ അതില് കൂടുതലോ ഉള്ള ഫോൾഡറുകള് കണ്ടെത്തിയാല് അവയിൽ നിന്ന് ഉള്ളടക്കങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. ബാക്കപ്പുകളെക്കുറിച്ച് മറക്കരുത്. ഐക്ലൗഡുകളിലേക്കോ ഗൂഗിൾ ഡ്രൈവിലേക്കോ ഉള്ള വാട്സാപ്പ് ബാക്കപ്പുകള് വളരെ വലുതായിരിക്കും. ഈ ക്ലൗഡ് ബാക്കപ്പുകള് N2N എൻക്രിപ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവ ഡിലീറ്റ് ചെയ്യുന്നതിന് മുൻപ് എപ്പോഴും ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. ആദ്യം വീഡിയോകളും വലിയ മീഡിയ ഫയലും ട്രിം ചെയ്യുകയാണെങ്കിൽ ഭാവിയിലെ ബാക്കപ്പുകള് സാധാരണയായി സ്വയം ചുരുങ്ങും. മാത്രമല്ല പതിവായി മാനേജ് സ്റ്റോറേജ് ഉപയോഗിക്കുകയും ഓട്ടോ ഡൗൺലോഡുകള് നിയന്ത്രിക്കുകയും ഇടയ്ക്കിടെ ഫയല് മാനേജർ ഉപയോഗിച്ച് പഴയ ഫോൾഡറുകള് വൃത്തിയാക്കുകയും ഒക്കെ ചെയ്താല് ഫോണില് സ്റ്റോറേജ് സ്പേസ് ലാഭിക്കാം.